യെശയ്യാ 61:3 വചനം, സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും, വെണ്ണീറിന് പകരം പുഷ്പമാല്യവും. ഒന്ന് പറഞ്ഞ എല്ലാവരും കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, വെണ്ണീറിന് പകരം പുഷ്പമാല്യവും, വിലാപത്തിന് പകരം ആനന്ദത്തിന് തൈലവും, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അവിടെ പറയുകയാണ്, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ആ മനസ്സിനൊന്ന് ഉറപ്പിച്ചേ. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. ഹല്ലേലൂയ. തളർന്ന മനസ്സുകൾക്ക് അവൻ സ്തുതിപ്പിന്റെ മേലങ്കി തരുകയാ. ഇവിടെ തളർന്ന മനസ്സുമായിട്ടിരിക്കുന്നവരുണ്ട്. നീ നന്നായിട്ട് ഹൃദയം തുറന്ന് നിന്റെ സങ്കടങ്ങളും വേദനകളും ഭയങ്ങളും കുറ്റബോധവും നിരാശയൊക്കെ കർത്താവിന് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, അപ്പോൾ തന്നെ നിനക്ക് വിടുതല. തളർന്ന മനസ്സിന് സ്തുതിയുടെ മേലങ്കി അവൻ തരുകയാണ്. വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലം, വെണ്ണീറിന് പകരം പുഷ്പമാല്യം. വെണ്ണീറിന് പകരം പുഷ്പമാല്യം. വെണ്ണീർ എല്ലാം വെന്ത് നീറി ചാരമായി എല്ലാം തീർന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിന്നെ കർത്താവ് ഉയർപ്പിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. വെണ്ണീറിന് പകരം പുഷ്പമാല്യം. എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, പ്രതീക്ഷ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. വെണ്ണീറിന് പകരം പുഷ്പമാല്യം, ആനന്ദത്തിന്റെ തൈലം, സ്തുതിയുടെ മേലങ്കി അവൻ നിങ്ങളുടെ മേൽ ഇടുകയാണ്. കരമീട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയുടെ മേലങ്കി കർത്താവ് തരികയാണ്. അപ്പോൾ ഇനിയെങ്കിലും തളർന്ന മനസ്സുള്ളവരും പ്രയാസപ്പെട്ടിരിക്കുന്നതിലൊക്കെ നന്നായിട്ട് കർത്താവിനെ സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ നമ്മുടെ മേലുള്ള അസ്വസ്ഥതകളും ഭാരങ്ങളൊക്കെ മാറിപ്പോകും. നമ്മൾ ശക്തി പ്രാപിക്കും. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിലൊക്കെ നന്നായിട്ട് സ്തുതിക്കാനായിട്ട് മനസ്സ് കാണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. 4-ാമത്തെ വചനം, പണ്ട് നശിച്ചു പോയത് അവർ വീണ്ടും നിർമ്മിക്കും. അതായത് നശിച്ചു പോയത് അവൻ പുനർനിർമ്മിക്കും. നിന്റെ ജീവിതത്തെ അവൻ പുനഃസൃഷ്ടിക്കും. പൂർവ്വ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. പല കുടുംബങ്ങളും പിതാക്കന്മാരൊക്കെ നല്ല സമ്പന്നതയിലൊക്കെ ജീവിച്ചവരാണ്. എത്രയോ നല്ല സമ്പത്തിൽ ജീവിച്ച കുടുംബങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു പോയി, അല്ലെ, എല്ലാം നഷ്ടപ്പെട്ട് വളരെ കഷ്ടതയിൽ ജീവിക്കുന്ന ധാരാളം കുടുംബമുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, പൂർവ്വ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നിന്റെ തകർന്നു പോയ കുടുംബത്തെ കർത്താവ് ഉദ്ധരിക്കും, കർത്താവ് അനുഗ്രഹിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. തലമുറകളായിട്ട് ഉണ്ടായിരുന്ന വിനാശങ്ങൾ അവർ പരിഹരിക്കും. തലമുറകളായിട്ടുണ്ടായ വിനാശങ്ങൾ, തലമുറകളിലൂടെ നിന്റെ കുടുംബത്തിൽ തുടരുന്ന വിനാശം. വിനാശം, വിനാശം എന്ന വാക്ക് അതിൽ തന്നെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. വിനാശം എന്ന് പറഞ്ഞാൽ ഒരു നല്ലതല്ല, അല്ലേ? തലമുറയായിട്ടുണ്ടായ നാശനഷ്ടങ്ങൾ, അല്ലെ തകർച്ചകൾ, പരാജയങ്ങൾ ഒക്കെയാണ് തലമുറകളിലൂടെ കടന്നു വന്ന വിനാശങ്ങൾ. ഏതാനും നാൾ മുമ്പ് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ധ്യാനം കൂടുകയാണ്. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ സിസ്റ്ററിൻ്റെ ആങ്ങളെയും ധ്യാനം കൂടുന്നുണ്ട്. ആങ്ങളെയായിട്ടാണ് പ്രാർത്ഥിക്കാൻ വന്നത്. സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ, എൻ്റെ ആങ്ങളയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് ആ മനുഷ്യന് ഇങ്ങനെ ആങ്ങള ആത്മഹത്യ ചെയ്യണം, ഇതാണ് ചിന്ത. മരിക്കണം, ആത്മഹത്യ ചെയ്യണം, ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ഈ മനുഷ്യനുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മവെച്ചു തോന്നി. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ വീട്ടിൽ വേറെ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്നെ പറഞ്ഞുകൊണ്ട് വല്യപ്പൻ ആത്മഹത്യ ചെയ്ത. പിന്നെ ആരെങ്കിലും? അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സിസ്റ്ററുടെ കുടുംബത്തിൽ മൊത്തം 8 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വല്യപ്പൻ ആത്മഹത്യ ചെയ്തു, അപ്പാപ്പൻ ആത്മഹത്യ ചെയ്തു, കുറേ ലിസ്റ്റ് പറഞ്ഞു. 8 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതേ സ്വന്തം ആങ്ങളയ്ക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നൊറ്റ ചിന്തയുള്ളൂ. മരിക്കണം, ജീവിതം അവസാനിപ്പിക്കണം. ഇത് സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റാണ്. സൂയിസൈഡിൻ്റെ ടെൻഡൻസി കൊടുക്കുന്ന, സൂയിസൈഡിൻ്റെ പ്രേരണ കൊടുക്കുന്ന, ആത്മഹത്യ പ്രേരണ കൊടുക്കുന്ന ഒരു സ്പിരിറ്റായത്. അതായത് അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയ, ഈ ആത്മഹത്യയിലൂടെ മരിച്ചുപോയ വ്യക്തികൾ, അവരെ ആത്മഹത്യയിൽ എത്തിച്ച ആ സ്പിരിറ്റ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആ സ്പിരിറ്റ് സ്വതന്ത്രമായി. പിന്നെ എങ്ങോട്ടാ പോകുന്നു? പിന്നെ ഇവരുടെ കുടുംബത്തിലുള്ള അടുത്ത ആരിലെങ്കിലുമാണ് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അടുത്ത ആളിലേക്ക് പ്രവേശിച്ചു. ആങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യണം. ഞാൻ സംസാരിച്ചു, ഡെലിവറൻസിന് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരൻ പ്രാർത്ഥന പറഞ്ഞു, എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുമാറുന്ന പോലെ, എന്തോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതോടെ ആൾ ഫ്രീ ആയി. ആത്മഹത്യ എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് പോയി. അത് ശരിക്കും പൈശാചികമായ ഒരു ശക്തിയാണ് ആത്മഹത്യയുടെ ദുരാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. സാമ്പത്തിക തകർച്ചകൾ, ദുർമരണങ്ങൾ, ആത്മഹത്യകൾ, ശാപത്തിൻ്റെ ബന്ധങ്ങൾ, പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ, എല്ലാറ്റിൽ നിന്നും നിനക്ക് യേശുക്രിസ്തു വഴി വിടുതലുണ്ട്. യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് വിടുതൽ ഉണ്ട്. അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിങ്ങൾക്ക് തലമുറകളിലൂടെ ഉണ്ടായ വിനാശങ്ങൾ മുഴുവൻ കർത്താവ് പരിഹരിച്ചു. നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് 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 അവൻ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാമത്തെ വചനം, യെശയ്യാ 61:6-7 വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ. 6-7 വചനങ്ങൾ. കർത്താവിൻ്റെ പുരോഹിതനെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. 1 പത്രോസ് 2:6. നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മൾ പുരോഹിത വംശമാണ്, പുരോഹിത ഗണമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് നമ്മൾ ഓരോരുത്തരും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. സാമ്പത്തിക മേഖലകളിൽ ദൈവം ഉയർച്ച നൽകുന്നവനാണ്. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഇരട്ടി ഓഹരി. ഇവിടെ പറയാണ്, ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് നഷ്ടപ്പെട്ടത്, നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് മടക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, സമ്പത്ത്, ജോലി, ആരോഗ്യം, പണം, ബിസിനസ്, എന്ത് നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് നിനക്ക് മടക്കി തരും കർത്താവ്. ഒന്ന് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് നടക്കാൻ പോവുക. ഇരട്ടിയായിട്ട് അവൻ തൻ്റെ ജനത്തിന് അനുഗ്രഹവും സമ്പത്തും കൃപകളും നന്മകളും അഭിഷേകമെല്ലാം കൊടുക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ.
നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായിട്ട് തിരിച്ചരും. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. സക്രിയ 9:12. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം, അതായത് ഉടമ്പടി, യേശു രക്തത്തിൻ്റെ ഉടമ്പടി നമ്മളോട് ചെയ്തിരിക്കുക. കുരിശിൽ രക്ത ഉടമ്പടി തന്നെയാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നേരത്ത് യേശു പാനപാത്രം ഉയർത്തി പറയുന്നുണ്ട്, ഇതെൻ്റെ ഉടമ്പടിയുടെ രക്തം തന്നെ പറയുന്നു. ഉടമ്പടി. ഹല്ലേലൂയ. അവിടെ യേശു ഒരു ഉടമ്പടി രക്തവുമായിട്ട് നമ്മളുമായിട്ട് ചെയ്തിട്ടുണ്ട്. രക്തത്തിൻ്റെ ഉടമ്പടി നമ്മളുമായിട്ടുണ്ട്. നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. പ്രത്യാശ ഉള്ളവരും പ്രത്യാശ നഷ്ടപ്പെട്ടവരും എല്ലാവരും രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുക. ഈ രക്ഷാദുർഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഈ രക്ഷാദുർഗം. നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഒരേ ഒരു രക്ഷാദുർഗമേ ഉള്ളൂ. രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. I am the way, I am the truth, I am the life. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. രക്ഷാദുർഗം ഞാൻ മാത്രമാണ്. യേശുവിൽ ആശ്രയിച്ച ഒരുവനും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. തുടർന്ന് പറയുന്നത്, രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ചുമ്മാതെയൊന്നുമല്ല, ഇവിടെ പറയല്ല. കർത്താവ് പറയുക, ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭാരതീയ പിടിച്ച് ആ വചനം ഒച്ചത്തി പറഞ്ഞ്, നിങ്ങൾക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരട്ടിയായിട്ട് മടക്കി തരും. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായി അവൻ തിരിച്ചു തരാൻ വേണ്ടിയാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പാണെന്നേ, ഇരട്ടിയായിട്ട് അവൻ മടക്കി തരും. അങ്ങനെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഇരട്ടി മടക്കി തരുന്നവനാണ്. നീ കർത്താവിന് എന്ത് കൊടുത്തോ ഇരട്ടിയായിട്ട് മടക്കി തരും. ദശാംശം കൊടുത്തോ ഇരട്ടിയല്ല, ഞാൻ പറയും 100 ഇരട്ടിയായിട്ട് തരും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.